Hi everyone, welcome to my YouTube channel. Welcome to Jasu's vlog. And ഇന്നത്തെ എൻ്റെ വീഡിയോ അതിനു മുന്നേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ കോട്ടയത്ത് നല്ല മഴയാണ് ഉച്ചയ്ക്ക് ശേഷം. ഇന്ന് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് 4-ാം തീയതിയാണ്. അപ്പം ഇവിടെ നല്ല മഴയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയാനാണ്. ആക്ച്വലി സ്പീക്കിംഗ്, ഞാനൊരു വലിയ സ്കിൻ കെയർ ഹോളിക്കൊന്നുമല്ല. ബിക്കോസ് ഞാൻ യൂസ് ചെയ്യുന്ന 4 പ്രൊഡക്ട്സ്, അത് മോർണിംഗ് യൂസ് ചെയ്യും, അതിൽ മോയ്സ്ചറൈസർ മാത്രം ഈവനിങ് യൂസ് ചെയ്യും. ഇതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി എല്ലാവരും പറഞ്ഞ പോലെ എൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം എല്ലാവരും ചോദിച്ചു, എന്നോട് പലരും ചോദിച്ചു. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എന്നോട് ആകെ ഒരു 3-4 പേര് എന്നോട് ചോദിച്ചു. അപ്പം അവർക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണ് എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്നുള്ളത്. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല ഇത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ബിക്കോസ് ഇത് എനിക്ക് വർക്കായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അതൊരിക്കലും നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല. എൻ്റെ ബോഡി ഒരു ഡ്രൈ സ്കിൻ ടോണിലുള്ളതാണ്. പക്ഷേ എൻ്റെ ഫേസ് ഭയങ്കര ഓയിലിയാണ്. എൻ്റെ അവിടുത്തെ സ്കിൻ ടെക്സ്ചർ ഭയങ്കര ഓയിലിയാണ്. സ്കാൽപ്പും ഫേസൊക്കെ ഭയങ്കര ഓയിലി സ്കിന്നാണ്. അപ്പം എനിക്ക് വർക്കായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കാണിക്കുന്നത്. ഇത് കണ്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവണ്ട എന്നും കൂടെ ഞാൻ പറയാണ്. കാരണം ഇത് എനിക്ക് വർക്കായിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഇപ്പം ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ടോ ഒന്നുമല്ല. ഞാൻ പരീക്ഷിച്ച് എനിക്ക് സെറ്റായ 4 പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ പല്ല് തേച്ചതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത്, മുഖം കഴുകുമല്ലോ, അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതാണ് സാലിസിലിക് ആസിഡ് കണ്ടന്റ് ഉള്ള ജെൽ ഫേസ് വാഷ് ആണ്. ഡെർമാക്കോന്റെ ജെൽ ഫേസ് വാഷ് ആണ് സാലിസിലിക് ആസിഡ് കണ്ടന്റ് ഉള്ള ഫേസ് വാഷ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് വീഡിയോയിൽ വരുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം എൻ്റെ ഫേസ് ഭയങ്കര ക്ലിയർ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഒരിക്കലും ഞാൻ പറയില്ല എൻ്റെ ഫേസിൽ സ്കാർ മാർക്സുകളുണ്ട്. ഞാനൊരു ബ്രൗൺ സ്കിൻ ടോണിലുള്ള ഒരാളാണ്. എൻ്റെ സ്കിന്ന് ബെറ്റർ ആക്കാനായിട്ട് ഈ ഫേസ് വാഷ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഓൾമോസ്റ്റ് ഒരു 299 റുപ്പീസാണ് വരുന്നത്. സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ആയിട്ടുള്ളതാണ്. ആക്ച്വലി ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇതൊക്കെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ എന്താന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് ChatGPTയിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഓരോ ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫേസ് വാഷിലോട്ട് മാറിയത്. ടു ബി ഫ്രാങ്ക്, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. എനിക്കിതൊന്നും ഒരു ഏർണിങ്സും ഇല്ല, ഒന്നുമില്ല. ബട്ട് ഇത് എനിക്ക് വർക്കാണ്. അതായത് ഡെർമാക്കോന്റെ ഈ ഫേസ് വാഷ് ജെൽ ഫേസ് വാഷ് ആണ്. എൻ്റെ സ്കിൻ ടോൺ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ജെൽ കണ്ടന്റ് ഉള്ള ഇതാണ് ഏറ്റവും നല്ലതെന്ന്. ഒപ്പം തന്നെ ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് തോന്നുന്നില്ല ഇത് ഇഷ്ടപ്പെടും എന്നുള്ളത്. കാരണം ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഇതിനൊരു സ്മെല്ലും ഇല്ല. എനിക്ക് സ്മെല്ല് ഇതിൻ്റെ എന്താന്നുള്ളത് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കര വർക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് ആദ്യം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്രീമി ടെക്സ്ചർ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ എനിക്ക് ഇവിടെയും ഒരു ജെൽ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് അലോവേര നന്നായി വർക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ പല ബ്രാൻഡ്സിൻ്റെയും അലോവേര ജെൽ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി നേച്ചറിൽ നിന്ന് എടുത്ത അലോവേര വരെ യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്കായിട്ടില്ല. എനിക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സ്മെല്ലും ഒന്നുമില്ലാത്ത ഗോൾഡ് കംപ്രസ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള വിൽവയുടെ അലോവേര ജെല്ലാണ് ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഇടയ്ക്ക് ഹെയർ ഇങ്ങനെ പാറിപ്പറന്ന് നിൽക്കുന്നതും കറക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് ബോത്ത് ഹെയർ ആൻഡ് സ്കിൻ ടെക്സ്ചറിന് പറ്റുന്ന അലോവേരയാണ്. ഇതെനിക്ക് ഭയങ്കര വർക്കാണ്. ഓൾമോസ്റ്റ് 390 ആണ് ഇതിൻ്റെ MRP വരുന്നത്. പക്ഷെ എനിക്കൊരു 370-ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും വാങ്ങുന്നത് ആമസോണിൽ നിന്ന് തന്നെയാണ്. ഇടയ്ക്ക് ഞാൻ സൈറ്റിൽ വല്ല ഇവരുടെ കമ്പനി സൈറ്റിൽ എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാറുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അലോവേര എൻ്റെ ഒരു 5-ാമത്തെയോ 6-ാമത്തെയോ ബോട്ടിലാണ്. ഇത് ഞാൻ പുതിയത് മേടിച്ച പാക്കാണ്. എനിക്കിത് ഭയങ്കര വർക്കാണ്. എനിക്കൊരു 370 റുപ്പീസിനൊക്കെ കിട്ടിയിരുന്നു ഓഫറൊക്കെ കഴിച്ച്. അങ്ങനെ ആമസോൺ പേയിലെ ഓഫേഴ്സ് അങ്ങനെയൊക്കെ. അപ്പം ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. ഇത് പക്ഷേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. ഇതെനിക്ക് തോന്നുന്നില്ല ഒരു സ്കിൻ ഇറിറ്റേഷൻസോ അങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത്. എങ്കിലും ഞാൻ പറയാം, ട്രൈ ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. അറ്റ് യുവർ റിസ്ക് ആണത്. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇറ്റ്സ് എ ഗുഡ് ഫ്രണ്ട് മോയ്സ്ചറൈസർ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതെനിക്ക് ഭയങ്കര വർക്കാണ്. അപ്പം ഇതാണ് ഫേസ് വാഷിന് ശേഷം ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ
ഞാൻ ഒരിക്കലും രാവിലെകളിൽ മിസ് ചെയ്യാത്ത, വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും എല്ലാം മിസ് ചെയ്യാത്തൊരു കാര്യമാണ് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ. SPF 50 വരുന്ന സൺസ്ക്രീനാണ്. ഇതിലും നയാസിനിമേഡ് കണ്ടന്റ് ഉണ്ട്, ആൻഡ് വിറ്റാമിൻസും ഇതൊക്കെ ഉണ്ട്. ഇതിൽ ഡിസ്ക്രിപ്ഷൻസിൽ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് ഇടാം, അപ്പോൾ അതിനകത്ത് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് എൻ്റെ സ്കിന്നിന് എനിക്കിത് ഭയങ്കര, ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് ഇത് മോയ്സ്ചറൈസർ കണ്ടന്റും കൂടിയാണ്, ലൈക്ക് അങ്ങനത്തെ ഒരു ഫീൽ വരാറുണ്ട്. സോ ഈ സൺസ്ക്രീൻ എനിക്ക് ഭയങ്കര വർക്കാണ്. എൻ്റെ സ്കിൻ ടോണിന്, ഓയിലി സ്കിന്നിന് ഈ സൺസ്ക്രീൻ ഭയങ്കര വർക്കാണ്. മിനിമലിസ്റ്റിൻ്റെ ആണ്. ഇതെൻ്റെ ഒരു 4-മത്തെയോ 5-മത്തെയോ തന്നെ സൺസ്ക്രീനാണ്. ഞാനൊരു 3-4-5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന സൺസ്ക്രീനാണ്. ഇതിലെനിക്ക് പ്രത്യേകിച്ച് റിഗ്രറ്റ്സ് ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റാണ് ഇത്. പക്ഷേ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യത്തില്ല, നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച് വാങ്ങാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, ദെൻ ഞാൻ പലതരത്തിലുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന, ഞാൻ അങ്ങനെ കുറച്ച് ബ്രാൻഡ്സിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ദേഗ, വിൽവയുടെ തന്നെ, പിന്നെ അതുപോലെ നിവ്യ, അങ്ങനെ ഫസ്റ്റൊക്കെ പണ്ടൊക്കെ നമ്മളെപ്പോഴും ബേബി ലിപ്സ് ഫാനാണല്ലോ. അപ്പം അങ്ങനെ, അതായത് നമുക്ക് റോസ് ചുണ്ട് കിട്ടും, അങ്ങനെയുള്ള നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഫസ്റ്റ് ലിപ്സ്റ്റിക്കിനേക്കാളും മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതെനിക്ക് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ഇത്തവണ അയർലൻഡിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. എൽഫിൻ്റെ ലിപ് ബാമാണ്. ഇതിങ്ങനെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് കഴിയുമ്പോഴാണ് വരുന്നത്. ഇത് ടിൻഡഡും ആണ്, എന്നാൽ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് എൻ്റെ ലിപ്സിന് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് വർക്ക് ആവുന്ന ഒരു ലിപ് ബാമാണ്. ഇത് ആക്ച്വലി ഇത് കുറച്ച്, ഇപ്പം ഞാൻ കാണിച്ച പ്രൊഡക്ട്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണ്. ബട്ട് ഇത് വെർത്തായിട്ട് എനിക്ക് തോന്നിയത്, ഈ എമൗണ്ടിന് ഇതെനിക്ക് എനിക്ക് വെർത്തായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം ആക്ച്വലി ഇത് 4 പ്രൊഡക്ട്സ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ ഈ 4 പ്രൊഡക്ട്സ് മോർണിംഗ് യൂസ് ചെയ്യും, നൈറ്റ് ബ്രഷിങ് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറും ഈ ലിപ് ബാമും മാത്രമാണ്. വേറെ ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഫേസിൽ. പിന്നെ ഹാൻഡ് ക്രീംസൊക്കെ അങ്ങനെ മാറി യൂസ് ചെയ്യും, അങ്ങനെ സ്ഥിരമായിട്ടൊന്നുമില്ല. ബട്ട് ഇതെനിക്ക് എപ്പോഴും വർക്കായിട്ടുള്ള 4 പ്രൊഡക്ട്സാണ്. അപ്പം ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല നിങ്ങളോട് ഇതൊക്കെ വാങ്ങണം എന്നുള്ളത്. പക്ഷേ എന്നോട് ആ ചോദിച്ച 3-4 പേർക്ക് വേണ്ടിയുള്ള വീഡിയോയാണ്. ഇതിൽ ഇനിയിപ്പോൾ കണ്ടതാർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ലൈക്ക് ഇറ്റ്സ് ഗുഡ്. നമുക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാനൊരു ഇൻഫ്ലുവൻസർ ആവുകയാണ്, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് തോട്ടിലേക്കല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്നോട് ചോദിച്ച 3-4 പേർക്കും ആൻഡ് ഇറ്റ്സ് ബീയിങ് എ പാർട്ട് ഓഫ് ദിസ് യൂട്യൂബ് ജേണി അല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ കാണുന്നു, പർച്ചേസ് ചെയ്ത് നോക്കുന്നു, ട്രൈ ഔട്ട് ചെയ്യുന്നു, അതിൽ ചിലപ്പോൾ നല്ലത് വരുന്നു. അപ്പോൾ അവർ നല്ലത് വന്നത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസറായി. സോ നമ്മളത് യൂട്യൂബ് തുടങ്ങി വെച്ചതിൻ്റെ ഉദ്ദേശം അതൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ എനിക്കിത് എൻ്റെ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചിട്ട് ചെക്കൗട്ട് ചെയ്ത് വാങ്ങുമോ, ലൈക്ക് വാങ്ങിയിട്ട് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്തിട്ട് പറയൂ. നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ, till then bye. Don't forget to subscribe and like. യൂസ്ഫുൾ വീഡിയോ ആണെങ്കിൽ ഷെയർ ചെയ്യുക. ആൻഡ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. See you on the next video. Thank you.